ഹായ് ഫ്രണ്ട്സ്, ഫയ്യാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടായ ചാമ്പയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് കാണുന്ന ആ ഒരു ചാമ്പയല്ല. ഇതിൻ്റെ സ്വദേശം തായ്ലാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത് തായ്ലാൻഡ് ചാമ്പ എന്ന പേരിലാണ് അധികവും അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്വദേശം തായ്ലാൻഡ് ആണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ലതുപോലെ വിളവ് തരുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ ചാമ്പ. പല പേരിലും ഈ ഒരു ചാമ്പ അറിയപ്പെടുന്നുണ്ട്. അതായത് ആപ്പിൾ ചാമ്പ, പിന്നെ അതുപോലെ തന്നെ വാക്സ് ആപ്പിൾ, പിന്നെ അതുപോലെ തന്നെ ബെൽ ഫ്രൂട്ട് എന്ന പേരിലൊക്കെ ഈ ഒരു ചാമ്പ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ആപ്പിൾ ചാമ്പ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഒരു സൈസ് തന്നെയാണ്. ഏകദേശം ഇത് പൂർണ്ണ വളർച്ച എത്തിയാൽ ഏകദേശം ചെറിയൊരു ആപ്പിളിൻ്റെ സൈസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന മറ്റു ചാമ്പകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സൈസ് തന്നെ കുറച്ച് വലിയ സൈസാണ്. പിന്നെ അതുപോലെ നല്ല മധുരമുള്ളൊരു ചാമ്പയാണ് ഈ ഒരു വെറൈറ്റി തായ്ലാൻഡ് ആപ്പിൾ ചാമ്പ. ഇപ്പോൾ ചാമ്പയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതുപോലെ തന്നെ വലിയ സൈസാകുന്ന ചാമ്പയിൽ തന്നെ മധുരമില്ലാത്ത വെറൈറ്റിയും ഉണ്ട്, എന്നാൽ നല്ല മധുരമുള്ള വെറൈറ്റിയും ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്ന ഈ ഒരു ചാമ്പ, അതായത് ഈ ഒരു തായ്ലാൻഡ് വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ ചാമ്പ നല്ല മധുരമുള്ള ഒരു ചാമ്പയാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും ഇതിൻ്റെ തൈകൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു വെറൈറ്റി ചോദിച്ചു വാങ്ങുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സീഡ്ലെസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുരു കാണില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു ഫ്ലഷാണ് നമുക്ക് കാണാൻ പറ്റുക. തീരെ ഇതിൻ്റെ ഒരു കുരു നമുക്കിതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് മുളപ്പിച്ച് ഇതിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റു പല രീതികളിലൂടെ, അതായത് എയർ ലെയറിങ് രീതിയിലൂടെ, പതിവയ്ക്കൽ രീതിയിലൂടെ നമുക്ക് ഇതിൻ്റെ തൈകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വഴിയും ബഡ്ഡിംഗ് രീതിയിലൂടെയും നമുക്കിതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എയർ ലെയറിങ് മെത്തേഡ് തന്നെയാണ്. ഇതിലൂടെ പെട്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എയർ ലെയറിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ 3-4 പ്രാവശ്യം കായ്ക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മഴയുടെ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുവാനും തുടങ്ങും. പിന്നെ ഈ ഒരു ചാമ്പയുടെ പുറംഭാഗം നല്ല മെഴുക് പോലെ മിനുസമുള്ളത് കൊണ്ടാണ് ഇതിനെ വാക്സ് ആപ്പിൾ എന്ന പേരും കൂടി ഇതിന് കിട്ടാൻ കാരണം. അതുപോലെ ജനുവരി മുതൽ പൂവിട്ട് തുടങ്ങിയാൽ മെയ് വരെയാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ടിംഗ് സീസൺ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ തൈകൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പല ആളുകളും പറയുന്നുണ്ട് ഇത് ഡയറക്റ്റ് സൺലൈറ്റ് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നടണം എന്നൊക്കെ. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് നടാതിരിക്കുന്നതാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ നടുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡെയിലി നമ്മൾ നനച്ചു കൊടുത്തിരിക്കണം. കാരണം ഇത് വാട്ടർ കണ്ടൻറ്റ് വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ചാമ്പയുടെ ചെടികൾ. അപ്പം നമ്മൾ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നനച്ചു കൊടുത്തിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പാർഷ്യൽ ഷെയ്ഡ്, അതായത് ഒരു 60% വെയിലും പിന്നെ ഒരു 40% ഷെയ്ഡും കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതിൽ കായ്പിടുത്തം ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഡ്രമ്മിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ടെറസിൻ്റെ മുകളിലൊക്കെ നല്ല പഴവർഗ്ഗങ്ങളുടെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡ്രമ്മിൽ നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി നമ്മൾ നനച്ചു കൊടുത്തിരിക്കണം. കാരണം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇതിനൊരു വാട്ടം, ക്ഷീണം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് മരത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നനച്ചു കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ കീടങ്ങളുടെ ശല്യം മറ്റു ചാമ്പകളെ അപേക്ഷിച്ച് ഈ ഒരു വെറൈറ്റിയിൽ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ കീടങ്ങളുടെ ശല്യത്തിന് നമുക്ക് ജൈവ കീടനാശിനിയായിട്ടുള്ള ബിവേറിയ പോലുള്ള കീടനാശിനികൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഇതിൻ്റെ തൈകൾ വെച്ചിട്ടുള്ളത് എങ്കിൽ കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കീടങ്ങളുടെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പൂവിടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുവാനും കായ്കൾ ഉണ്ടാകുവാനും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തുടക്കത്തിൽ ഇതിൻ്റെ പൂക്കളും കായ്കളും നല്ല വെള്ള നിറത്തിലാണ് കാണുന്നത്. പിന്നെ മെല്ലെ ഇതിൻ്റെ മൂപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ ഫ്രൂട്ടിൻ്റെ മൂപ്പ് കൂടുന്നതിനനുസരിച്ച് അത് നല്ല റെഡ് കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ മൂപ്പെത്തി കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് പറിക്കാൻ സമയമായിട്ടുണ്ട്, നല്ല മൂപ്പെത്തിയിട്ടുണ്ട് എന്ന് ഈ ഒരു കളറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കൂട്ടമായി ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൂട്ടമായി കുലകളായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ചാമ്പ. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഇത്.
ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ നല്ല തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ നഴ്സറികളിൽ നിന്നും നമ്മൾ തൈകൾ വാങ്ങുന്ന സമയത്ത് നല്ല തൈകൾ നോക്കി വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല തൈകൾ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷം മുതൽ ഒരു 2 വർഷം കൊണ്ട് ഇതിൽ കായ്കൾ ഉണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു അളവ് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ മുന്നേ നനച്ചു കൊടുക്കുന്ന പോലെ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ കായ്കളായി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കൊടുത്താൽ ഇതിൻ്റെ പഴത്തിന് മധുരം കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പം മുന്നേ നമ്മൾ നനച്ച് കൊടുക്കുന്ന അത്രയ്ക്ക് പിന്നെ പൂക്കളുണ്ടായി ഇതിൻ്റെ ഒരു ഫ്രൂട്ടിങ് ടൈമിൽ നമ്മൾ അത്രയ്ക്ക് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇത് ഡ്രമ്മിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ലിക്വിഡ് വളങ്ങളാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലിക്വിഡ് രൂപത്തിലുള്ള സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡ്രമ്മിൽ നടുകയാണെങ്കിൽ ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനായി കുറച്ച് ചാണകം പിന്നെ അതുപോലെ കടലപ്പിണ്ണാക്ക് എന്നിവ നല്ലതുപോലെ പുളിപ്പിച്ച് അതിൻ്റെ ആ ഒരു സ്ലറി എടുത്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വളം ഇതിന് പറ്റിയ നല്ലൊരു ബെസ്റ്റ് വളം തന്നെയാണ് എന്ന് പറയാം. അതായത് ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്ലറി ഇതിന് നല്ല ബെസ്റ്റ് ഒരു വളമാണ്. അപ്പോൾ ഈ ഒരു വളം മാസത്തിൽ ഒരു 1-2 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നടുന്നതിനായിട്ട് 60 സെൻറ്റിമീറ്റർ നീളവും വീതിയും പിന്നെ അതുപോലെ ഒരു 2 അടി താഴ്ചയുമുള്ള ഒരു വലിയ കുഴി എടുക്കുക. എന്നിട്ട് ഇതിന് അടിവളമായി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിന് ശേഷം കുഴി അല്പം മണ്ണിട്ട് മൂടുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തൈ ഇറക്കി വെച്ച് ബാക്കി മണ്ണിട്ട് നമുക്ക് മൂടാവുന്നതാണ്. അപ്പോൾ 2 തൈകൾ തമ്മിൽ ഏകദേശം 6 മുതൽ 8 മീറ്റർ വരെ അകലം ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ചാമ്പ. അപ്പോൾ ചെടി നട്ട് 5-ാമത്തെ വർഷം മുതൽ കൂടുതൽ വളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ജൈവവളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെടി നട്ട് ആദ്യമൊക്കെ ഉണ്ടാകുന്ന ചാമ്പ താരതമ്യേന ചെറുതായിരിക്കും. അപ്പോൾ എണ്ണത്തിൽ കുറവുമായിരിക്കും. പിന്നെ അങ്ങോട്ട് ചെടികൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു 4-ാം വർഷം മുതൽ നല്ല വലിപ്പമുള്ളതും മധുരമുള്ളതുമുള്ള ചാമ്പകൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതായിരിക്കും. പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ വളർച്ചയുടെ ഇതിനനുസരിച്ചാണ് ഇതിൻ്റെ വലിപ്പം. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചും അതിൻ്റെ ആ ഒരു ചെടിയുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് ഇതിൻ്റെ ചാമ്പയുടെ വലിപ്പം നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ ഭീഷണി എന്ന് പറയുന്നത് അണ്ണാനും കിളികളുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികൾ ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വലയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. നല്ലതുപോലെ വെള്ളം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ വളം കൊടുക്കുക. ഈ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ മരത്തിലൊക്കെ കായ്ച്ചു നിൽക്കുന്ന പോലെ നല്ല പോലെ നമുക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. കാരണം നമുക്ക് നല്ല അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ നമുക്കിത് വെക്കാവുന്നതാണ്. ഇത് മരം നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ കണ്ണിന് വളരെ കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പ. അപ്പം നല്ല മധുരമുള്ള വെറൈറ്റി നോക്കി നിങ്ങൾ കടകളിൽ നിന്നും വാങ്ങാൻ ശ്രദ്ധിക്കണം. ചാമ്പയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ മധുരമില്ലാത്ത വെറൈറ്റി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് അത് വെറുതെ നമ്മൾ മരം വലുതായി കഴിഞ്ഞതിന് ശേഷം വെട്ടിമുറിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നല്ല മധുരമുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വെറൈറ്റി നോക്കി ചോദിച്ച് വാങ്ങി വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ച് നമുക്കിതിന് നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതായത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നല്ലതുപോലെ മിക്സിയിൽ അരച്ചതിന് ശേഷം ഈ അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് കടലപ്പിണ്ണാക്ക് പിന്നെ അതുപോലെ തന്നെ ചാണകം എന്നിവ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം 2 ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് അതിലേക്ക് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ചെടികൾക്ക് ചാമ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതിൽ കായ്കൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.